നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2 ആഴ്ചയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോ എടുക്കാൻ വന്നത്. വേറൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 14-ാം തീയതി തൊട്ട്, അതായത് കഴിഞ്ഞ മാസം 14-ാം തീയതി തൊട്ട് ഈ മാസം 14-ാം തീയതി വരെ ഒരു ഓട്ടോ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ വൈകിയത്. ഇടയ്ക്ക് സമയം കിട്ടിയ സമയങ്ങളുണ്ടായിരുന്നു. ആ സമയത്ത് ഡ്രോണും എടുത്തുകൊണ്ട് ഇറങ്ങിയ സമയത്ത് മഴ പെയ്തു. മാത്രമല്ല ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ടാണ് ഡ്രോൺ വീഡിയോ എടുക്കാൻ വൈകുന്നത്. നമ്മളിപ്പം ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നിന്നും കായംകുളം ഡയറക്ഷനിലോട്ട് പോകുമ്പോൾ ഉള്ള നങ്ങ്യാർകുളങ്ങര ഭാഗത്തായിട്ട് ഉള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് ഈ ഒരു വലിയ ഫ്ലാറ്റ് പൊളിച്ചുകൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ 2 ആഴ്ചയ്ക്ക് മുമ്പുള്ള വീഡിയോ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള വീഡിയോ ആയിരുന്നു. ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള വീഡിയോ ആയിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ. അന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു ഹിറ്റാച്ചി ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഫ്രണ്ടിൽ നിന്ന് കുറച്ചൊക്കെ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന പണികളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അന്നത്തെ ആ ഒരു വീഡിയോ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് വലിയ കൂറ്റൻ ക്രെയിൻ ഉപയോഗിച്ച് ഈ വലിയ ഹിറ്റാച്ചി ഇതിൻ്റെ മുകളിലേക്ക് എടുത്തു വെച്ചത്. നിലവിലിപ്പം ആദ്യത്തെ ഒരു മുകളിലത്തെ ഒരു നില ഇപ്പോൾ പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. താഴെയും ഒരു ഹിറ്റാച്ചി ഉണ്ട്. ഇപ്പം മേളിൽ നിന്നും പൊളിച്ചു മാറ്റി താഴോട്ട് ഇടുന്ന ആ ഒരു വേസ്റ്റ് ഇപ്പോൾ താഴെയുള്ള ഹിറ്റാച്ചി വെച്ച് വാരി കോരി മാറ്റിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായിട്ടും ഇത് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ പകുതിയോളം പൊളിച്ചു മാറ്റിയിട്ട് ബാക്കി പകുതി നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അപ്പം കണ്ണൂരിൽ നിന്നുള്ള ഏതോ വിദഗ്ധ സംഘം ഇത് പരിശോധിച്ചതിന് ശേഷം പറഞ്ഞു ഇത് പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയാലേ പറ്റത്തോളം എന്നുള്ളൊരു ഘട്ടം വന്നു. അതുകൊണ്ടാണ് ഇതിപ്പം പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇത്രയും വലിയൊരു ബിൽഡിങ് പൊളിച്ചു മാറ്റുന്നത് കാണുമ്പം തന്നെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാരണം കുറച്ചും കൂടെ ഇത് പടിഞ്ഞാറോട്ട്, റോഡിൽ നിന്നും കുറച്ചും കൂടെ പടിഞ്ഞാറോട്ട് മാറ്റി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ മുഴുവനായിട്ടും പൊളിച്ചു മാറ്റേണ്ട കാരണമില്ല. നമുക്ക് ആ സർവീസ് റോഡും ആ ഒരു ഫ്ലാറ്റ് നിൽക്കുന്ന ഒരു സ്ഥലം കൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കറക്റ്റ് ആ സർവീസ് റോഡ് കടന്നു പോകേണ്ട ഭാഗത്താണ് ഫ്ലാറ്റ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഫ്ലാറ്റ് നിൽക്കുന്ന നങ്ങ്യാർകുളങ്ങരയിൽ നിന്നും നേരെ ഹരിപ്പാട് ഡയറക്ഷനിലോട്ട് നോക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടത്തെ സൈഡിലായിട്ടുള്ള 3 വരി ഫൈനൽ ലെയർ ടാറിങ് വർക്കുകൾ കുറച്ചുകൂടി കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടുത്തെയൊക്കെ കാഴ്ചകൾ. ഇനി നമ്മൾ നേരെ പോകുന്നത് തോട്ടപ്പള്ളി ഭാഗത്തേക്കാണ് പോകുന്നത്. തോട്ടപ്പള്ളി ഭാഗത്തെ വടക്കേ ആ ഒരു ഭാഗത്ത് നിന്ന് നേരെ നമ്മൾ തെക്കേ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. ഇപ്പം വടക്കേ എൻ്റെ ഭാഗത്തായിട്ടാണ് അവർ ഗർഡർ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗർഡർ ലോഞ്ചിങ് സംഭവം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗർഡറുകൾ വെക്കുന്ന പണികളാണ് നടക്കേണ്ടത്. അപ്പോൾ വെച്ച് തുടങ്ങിയിട്ടില്ല. ഇത് വെച്ചിട്ടുണ്ട്, ഗർഡർ ലോഞ്ചിങ് തുടങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞ് ആരോണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഇതുവഴിയൊക്കെ പോകുന്ന സമയത്ത് കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് പൂർണ്ണമായിട്ടും ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഗർഡറുകൾ വെക്കുന്ന പണി ഇനി എനിക്ക് തോന്നിക്കുന്നു കുറേ കൂടി കഴിയേണ്ടി വരും എന്നാണ് തോന്നുന്നത്. പണിക്കാരൊക്കെ കുറവാണ്. ഇപ്പം ഇലക്ഷനൊക്കെ ബംഗാളിലൊക്കെ പോയിട്ടുള്ളവർ വരുന്നില്ല. പിന്നെ മഴയുണ്ട്, പല പല കാരണങ്ങൾ കാണും. അതുകൊണ്ട് പണികളെല്ലായിടത്തും ഇച്ചിരി പെൻഡിങ്ങിലാണ് കിടക്കുന്നത്. നമ്മൾ ഈ തെക്കേ എൻഡ് ഭാഗത്തായിട്ട്, തോട്ടപ്പള്ളി ഭാഗത്തെ തെക്കേ എൻഡ് ഭാഗത്തായിട്ട് വരുമ്പം നേരത്തെ ആ ഒരു 8 ഗർഡറുകൾ വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രോസ് ഗർഡറുകളുടെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇതാണ് തോട്ടപ്പള്ളി ഭാഗത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഇതിപ്പം പൂർണ്ണമായിട്ടും ഇതിൻ്റെ മുകളിൽ പിയർ ക്യാപ്പുകളുടെ മുകളിലായിട്ട് തന്നെ ഗർഡറുകൾ വെച്ച് കഴിയുന്ന സമയം ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 മാസത്തിനുള്ളിൽ ഇത് കഴിയുമെന്നാണ് ഇവിടെ നിന്നിരുന്ന ഒരു ജോലിക്കാരൻ പറഞ്ഞിരുന്നത്. പക്ഷേ 8 മാസത്തിന് അല്ലെങ്കിൽ കൂടി പോയി കഴിഞ്ഞാൽ 1 വർഷം അതിനുള്ളിൽ ഇതിൻ്റെ മുകളിലെല്ലാം തന്നെ ഗർഡറുകൾ വെച്ച് കഴിഞ്ഞ് ബാക്കി പണികൾ തുടങ്ങുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഹരിപ്പാട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തോട്ടപ്പള്ളി വരുന്ന വഴിക്ക് ഇടയ്ക്കായിട്ടുള്ള കരുവാറ്റ ഭാഗത്തായിട്ട് കുറേ പണി നടക്കുന്നുണ്ട്. ഡാണാപ്പടി കഴിഞ്ഞേച്ച് മുമ്പോട്ട് നമ്മൾ കരുവാറ്റ ഭാഗത്തോട്ട് വരുമ്പോൾ ഉള്ള സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള പണി നടക്കുന്നുണ്ട്. അവിടെ നിർത്താഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് നേരെ ഇങ്ങ് വന്നത്. നമ്മളിപ്പം നേരെ എത്തിയിരിക്കുന്നത് അമ്പലപ്പുഴ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അമ്പലപ്പുഴ ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം നേരത്തെ ചെയ്തു വച്ചിരുന്ന പൈലിംഗ് വർക്കുകളിൽ ഒരു വലത്തേ സൈഡിലായിട്ടുള്ള ഭാഗത്തായിട്ട് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് പിയറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കമ്പി മുകളിലോട്ട് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് ഇടത്തേ സൈഡിലായിട്ട്
വൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തോട്ടപ്പള്ളിക്കും അമ്പലപ്പുഴയ്ക്കും ഇടയ്ക്കായിട്ടുള്ള സ്ഥലത്ത് പിന്നെ വേറെ പണികളൊന്നും നടന്നിട്ടില്ല. പഴയ പോലെ കിടക്കുകയാണ്. വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. നമ്മൾ താണ്ട് അമ്പലപ്പുഴയിൽ നിന്ന് പിന്നെ നേരെ അമ്പലപ്പുഴ റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്ന ഭാഗത്തായിട്ടുള്ള സ്ഥലത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം പറയത്തക്ക രീതിയിലുള്ള പണി ഇപ്പം നടന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഇടതുഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മുമ്പോട്ട് നേരെ വരുന്നത് ക്ഷേത്രക്കുളം വരുന്ന ഭാഗമാണ്. അവിടെ പിന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ മുമ്പോട്ട് നേരെ വരുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജ് വരുന്ന ഭാഗത്തായിട്ടാണ് വരുന്നത്. റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ പണികളിൽ ഇപ്പോൾ സ്റ്റീലിൻ്റെ ആർച്ച് രീതിയിലുള്ള പാലമാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പണികൾ ഇനി കുറേ കൂടി കഴിഞ്ഞാൽ തുടങ്ങുമെന്നാണ് കരുതുന്നത്. നമുക്ക് ആ ഒരു ആർച്ച് ബ്രിഡ്ജിൻ്റെ ഒരു സാധനങ്ങൾ നമുക്കിപ്പോൾ താഴെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അത് കൊണ്ടുവന്ന് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇടയ്ക്കായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2-3 പിയർ ക്യാപ്പുകളെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ പിന്നെ ഗർഡറുകൾ വെക്കാനുള്ള പണികളൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ നേരെ ആലപ്പുഴ ജില്ലയിലെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത ദിവസം പറയാൻ മറന്നുപോയി. വീഡിയോ എടുത്ത ദിവസം ജൂൺ 5 വെള്ളിയാഴ്ച വൈകുന്നേരത്തെ എടുത്ത വീഡിയോ ആണ് നമ്മളിപ്പം കാണുന്നത്. അന്നത്തെ ദിവസം തന്നെ രാവിലെ ഒരു വാർത്ത കണ്ടിട്ടാണ് ഇറങ്ങിയത്. വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസ് 18 ചാനലിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഉപയോഗിച്ചിരുന്ന വെള്ളം അഴുക്കുവെള്ളമാണ് ഉപയോഗിച്ചെന്നുള്ള വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം നിലവിലിപ്പോൾ സ്റ്റോപ്പായിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആലപ്പുഴ ബൈപ്പാസിലെ ഏറ്റവും പുതിയ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെയൊക്കെ കാഴ്ചകൾ കാണിക്കുമ്പം ഈ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത്യാവശ്യം കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ല, അത്യാവശ്യം കുറച്ച് കാണിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമുക്ക് വലത്തേ സൈഡിലായിട്ട് നോക്കുമ്പം അവിടെ താഴ്ചയിൽ കുറച്ച് ഡ്രെയിനേജിൻ്റെ പണിയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് നമ്മളിപ്പം നേരെ എറണാകുളം ഡയറക്ഷനിലോട്ട് പോകുമ്പം ഇടത്തേ സൈഡിലായിട്ട് സൈഡിനോട് ചേർന്നിട്ടാണ് ഇവിടെ ഇപ്പം സർവീസ് റോഡ് ഇത്രത്തോളം പണി കഴിഞ്ഞിരിക്കുന്നത്. ബാക്കി പിന്നെ നമുക്കിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് കാണാൻ പറ്റും. നമുക്കിപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ആലപ്പുഴ ജില്ലയിൽ തന്നെ പല സ്ഥലത്തായിട്ട് തന്നെ ഫുട് ഓവർ ബ്രിഡ്ജിൻ്റെ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിയിലുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കി വെച്ചിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അതിപ്പോൾ പണിഞ്ഞ് തുടങ്ങുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. പൊതുവെ ഇപ്പം തെക്കൻ കേരളത്തിൽ 6 വരിപ്പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കി നടക്കാനുള്ള ഭാഗത്തൊക്കെ പണികളിപ്പം മന്ദഗതിയിലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും KCC ബിൽക്കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലെയൊക്കെ പണികൾ കുറച്ചും കൂടെയൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മൾ വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. പിന്നെ വിശ്വസമുദ്രയുടെ പണി ഏറെക്കുറെയൊക്കെ സ്ലോവിലാണ്. ഓരോ ദിവസം കഴിയും തോറും എന്താ പറയണ്ടേ, ഓരോ ശതമാനം വർക്കിൻ്റെ സ്പീഡ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മഴയൊക്കെ മാറി ജോലിക്കാർ കൂടുതൽ വന്നാലേ ഇനി ആക്റ്റീവ് ആവത്തോളം എന്നാണ് തോന്നുന്നത്. ഇതിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ആലപ്പുഴ വരെ ഒരു കാര്യത്തിന് വേണ്ടി വന്നുകൊണ്ട് ഡ്രോണും എടുത്തുകൊണ്ട് വന്നതാണ്. മഴ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. ഇപ്പം കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. രണ്ടും കൽപ്പിച്ച് എടുത്തുകൊണ്ട് വന്നു. അപ്പം മഴ ഇല്ലാതിരുന്ന സമയത്ത് എടുത്തതാണ്. ഇനിയിപ്പം നമുക്കിപ്പം കാണിക്കേണ്ട കാഴ്ചകൾ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറവൂർ മുതൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ കഴിഞ്ഞേച്ച് പറവൂർ വരെയുള്ള ഭാഗത്തായിട്ടുള്ള കാഴ്ചകളാണ് ഇനി കാണിക്കാനായിട്ടുള്ളത്. അപ്പം അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേര് ഉണ്ടെങ്കിലേ അത് പൂർണ്ണമായിട്ട് എടുത്തു വരാൻ പറ്റത്തുള്ളൂ. അപ്പം ഒന്നെങ്കിൽ മഴ മാറി വരുന്ന സമയത്തേ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ പെട്രോൾ അടിച്ച് വെച്ച് 2 പേര് കൊല്ലത്ത് നിന്ന് ആലപ്പുഴ തുറവൂർ വരെ വരുമ്പം മഴയാണെങ്കിൽ പിന്നെ ആകെ കയ്യിലുള്ള കാശെല്ലാം പോവും. നമ്മുടെ കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പേ ഉള്ള ആലപ്പുഴ ജില്ലയിലെ തുറവൂർ മുതൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകൾ കണ്ടതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വർക്കുകൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർപാസുകളുടെയൊക്കെ അപ്രോച്ച് റോഡുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അത്യാവശ്യം നല്ല വെയിൽ 2-3 ദിവസമൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അളിയച്ചാരും കൂടെ ഫ്രീ ആയി ഉള്ള സമയത്ത് രണ്ടും കൽപ്പിച്ച് പോയി എടുത്താലേ ശരിയാവത്തുള്ളൂ. നമ്മളല്ലെങ്കിൽ മഴയൊക്കെ ഇടയ്ക്കായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ പെട്രോൾ മേടിച്ച് ആലപ്പുഴ വരെ കൊല്ലത്തുനിന്ന് ആലപ്പുഴ വരെയൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പം മഴയാണെങ്കിൽ പിന്നെ കയ്യിൽ നിന്നുള്ള കാശൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഈ മഴ സമയത്ത് നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ പോയിട്ട്
വീഡിയോ എടുക്കാൻ മടിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ചെറിയ അപ്ഡേറ്റ്. നമ്മൾ പറയത്തക്ക രീതിയിലുള്ള വലിയ പണികളൊന്നും വിശ്വസമുദ്ര കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലായിട്ടില്ല. പിന്നെയും KCC ബിൽക്കോൺ കരാർ ഏറ്റെടുത്തിരിക്കുന്ന റീച്ചിലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഉടനെ എത്തും, കാത്തിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാനിപ്പം 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് എത്തുന്നത്. അപ്പം എന്തായാലും ചെറുതായിട്ടൊന്ന് കാത്തിരിക്കുക, പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും.